മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ മണ്ണിൽ നിന്ന് ഉയരുന്ന ആ സുഖമുള്ള മണം അത് വെറും ഗന്ധമല്ല, ഒരു അനുഭവമാണ്. ഒരു നിമിഷം കണ്ണുപൂട്ടിയാൽ ആ മണം നമ്മളെ പഴയ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകും. മഴയുടെ ആദ്യ തുള്ളികൾ മണ്ണിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹരമായ ഗന്ധം, അതിനെ പെട്രിക്കോർ എന്ന് വിളിക്കുന്നു. മണ്ണിനുള്ളിലെ സ്ട്രെപ്റ്റോമൈസസ് എന്ന ബാക്ടീരിയകളാണ് ഈ ഗന്ധത്തിന് പിന്നിലെ പ്രധാനികൾ. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ജിയോസ്മിൻ എന്ന രാസവസ്തു വേനൽക്കാലത്ത് മണ്ണിൽ അടിഞ്ഞുകൂടുന്നു. സസ്യങ്ങൾ പുറത്തുവിടുന്ന പ്രത്യേക എണ്ണകളും ഈ ഗന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ കുമിളകൾ രൂപപ്പെടുകയും ജിയോസ്മിനും എണ്ണകളും അവയ്ക്കുള്ളിൽ കുടുങ്ങുകയും ചെയ്യുന്നു. ഈ കുമിളകൾ പൊട്ടി വായുവിലേക്ക് പടരുമ്പോഴാണ് നാം ആ മനോഹരമായ മണം അനുഭവിക്കുന്നത്. മഴയിൽ നനഞ്ഞ് ചിരിച്ചിരുന്ന ബാല്യം, വീട്ടുവളപ്പിൽ നിൽക്കുമ്പോൾ അനുഭവിച്ച ആ സന്തോഷം, അവ എല്ലാം ആ മണം കൊണ്ട് വീണ്ടും ജീവിക്കുന്ന പോലെ തോന്നില്ലേ? ആ മണം വെറും മണ്ണിന്റെ ഗന്ധമല്ല, അതൊരു ഓർമ്മയാണ്, ഒരു സന്തോഷമാണ്, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ചെറിയ മാജിക്. മഴയുടെ മണം ആസ്വദിക്കാത്തവർ ഉണ്ടാകുമോ? അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിന്റെ സൗന്ദര്യം ശരിക്കും മനസ്സിലാകൂ. നിങ്ങൾക്ക് മഴയുടെ മണം ഇഷ്ടമാണോ? ചെറുപ്പത്തിൽ മഴ വന്നാൽ നാം ഓടിയിറങ്ങി കളിച്ചിരുന്ന നിമിഷങ്ങൾ, ചായയുടെ കപ്പ് കയ്യിൽ പിടിച്ച് ജനലരികിൽ നിന്നും മഴ നോക്കിയ ഓർമ്മകൾ. മഴയുടെ മണം നമ്മളെ നമ്മളായിരുന്ന കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. സ്കൂൾ വിട്ടു വീട്ടിലേക്ക് ഓടിയിരുന്ന നാൾ, ചെരുപ്പ് കളഞ്ഞ് മണ്ണിൽ കുതിച്ചിരുന്ന സന്തോഷം, അമ്മ വിളിച്ചിട്ടും മഴയിൽ നിന്നിറങ്ങാത്ത ആ നിമിഷങ്ങൾ. മഴയുടെ മണം അത് പ്രകൃതിയുടെ സുഗന്ധമല്ലാത്ത നമ്മുടെ ഓർമ്മകളുടെ ശബ്ദമാ. ആദ്യമഴ വന്നാൽ ബാല്യകാലം നമ്മളെ തേടിയെത്തും. മഴയിൽ നനഞ്ഞ നിമിഷങ്ങൾ, സ്കൂൾ ദിവസങ്ങൾ, ചിരികളും കളികളും. ഈ ഓർമ്മകൾ മനസ്സ് കവർന്നു പോകുന്ന പോലെ തോന്നും. ആദ്യമഴ എന്നത് ഒരു പുതിയ തുടക്കം പോലെയാണ്. വരണ്ട മണ്ണ് വീണ്ടും ജീവിക്കുന്നു. ആ മണം ഹൃദയത്തെ തൊടുന്നേ, വാക്കുകൾക്കപ്പുറം ഒരു സമാധാനം നൽകും. ചെറുതായി വന്നാലും മനസ്സ് നിറയ്ക്കുന്ന ഒരു മായാജാലം പോലെ. മഴയുടെ മണം അത് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാകുമോ? അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ സത്യമായ സുഖം അറിയൂ. അടുത്ത തവണ മഴ പെയ്യുമ്പോൾ ഈ ഗന്ധത്തിന് പിന്നിലെ ശാസ്ത്രം കൂടി ഓർക്കാം. പ്രകൃതിയുടെ ഈ വിസ്മയം ആസ്വദിക്കൂ.